ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാജേഷ് എഴുതിയിരിക്കുന്ന ഒരു ഇമെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് രാജേഷ്. എനിക്ക് 40 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. 2 കുട്ടികളുമുണ്ട്. ഇനി ഞാൻ എൻ്റെ പ്രശ്നത്തിലേക്ക് കിടക്കാം. ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ടൗണിലാണ്. അവിടെയാണ് താമസിക്കുന്നത്. ഹോസ്റ്റലിലൊന്നുമല്ല താമസിക്കുന്നത്. എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ കൂടെയാണ്. അവർക്ക് 2 മക്കളുണ്ട്. അവർ വിദേശത്താണ്. ഈ വീട് ഒഴിഞ്ഞുകിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് കൂട്ടായിട്ട് താമസിക്കുന്നത്. എൻ്റെ ഭാര്യയും മക്കളും നാട്ടിലാണ്. അവരോട് ഇവിടെ ഒന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ കുഞ്ഞമ്മയുടെ സ്വഭാവവും പ്രവൃത്തികളുമൊന്നും എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. ആക്ച്വലി അവൾക്ക് എൻ്റെ അമ്മയെ പോലും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൾ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ എൻ്റെ അമ്മ ഒരു പാവമാണ്, ഒന്നും തിരിച്ചു പറയില്ല. അവർ ഒതുങ്ങിക്കഴിയുന്നത് കൊണ്ട് അങ്ങ് സഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും ഒരു ക്യാരക്ടറാണ് എൻ്റെ ഭാര്യയുടേത്. കാണാൻ സുന്ദരിയാണ്. എല്ലാം കൊണ്ടും എനിക്ക് മറ്റു പല കാര്യങ്ങൾക്കും ഉപകാരപ്രദമാണെങ്കിലും സ്വഭാവം വെച്ച് നോക്കുമ്പോഴേക്കും അത്ര അങ്ങോട്ട് ശരിയല്ല. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുകയുള്ളൂ. ഭാര്യയ്ക്ക് ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിൽക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അവൾ പലപ്പോഴും മറ്റു പല രീതികളിലും പറയും, നിങ്ങളുടെ കുഞ്ഞമ്മയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞമ്മയാണെന്ന് പറയില്ല. അവരിപ്പോഴും അണിഞ്ഞൊരുങ്ങി അങ്ങ് നടക്കുകയല്ലേ. അവരുടെ വാ കണ്ടാൽ അറിയാം അത് വേറെന്തെങ്കിലും കാര്യത്തിനൊക്കെ വഴി തെളിക്കും എന്നൊക്കെ പറയും. ഞാനിപ്പോൾ അവളെ വഴക്ക് പറയും, നീ എന്തൊക്കെയാണ് പറഞ്ഞത്, കുഞ്ഞമ്മയല്ലേന്ന്. പക്ഷേ ആക്ച്വലി കുഞ്ഞമ്മയ്ക്ക് എന്നോട് ഭയങ്കര വാത്സല്യമാണ്. ഇവള് പറഞ്ഞൊരു തരക്കാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർ വലിയൊരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. രാവിലെ പോകും, വൈകിട്ട് വരും, ആഹാരം ഉണ്ടാക്കും, കുറച്ച് പാട്ടൊക്കെ പാടും, പിന്നെ സീരിയൽ കാണും, അവർ കിടന്നുറങ്ങും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ താമസിക്കുന്ന മുറിയുടെ ഭാഗത്തേക്ക് എത്തി നോക്കുക പോലുമില്ല. അവിടെ വാഷിംഗ് മെഷീനുണ്ട്, ഞാൻ നനച്ചിടും. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത്. അല്ലാതെ അവരെൻ്റെ കാര്യത്തിൽ ഒന്നിനും ഇടപെടാറില്ല. പിന്നെ ആ വീട്ടിൽ ഒരു കൂട്ട്, അതല്ലാതെ വേറൊന്നിനും ശ്രദ്ധിക്കാത്തൊരു സ്ത്രീയാണ്. ഇനി അവർക്ക് ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് മറ്റേതെങ്കിലും പുരുഷന്മാർ കൂട്ടായിട്ടുണ്ടോ, ബന്ധമുണ്ടോ, ഏതെങ്കിലും ബന്ധത്തിന് പോകുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. രാത്രി സമയത്തൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ അവധിക്ക് പോരുമ്പോൾ അവർ ചില ദിവസങ്ങളിൽ തനിയാണല്ലോ. അല്ലെങ്കിലും അവർ കുറേ വർഷം തനിച്ച് ജീവിച്ചതാണ്. ഞാൻ ഈ അടുത്ത കാലത്തല്ലേ ചെന്നത്. അപ്പോൾ എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. ഇതെല്ലാം വിശദമായിട്ട് ഞാൻ ഭാര്യയോട് പറയാറുണ്ട്. എന്നാലും ഭാര്യ പറയും, പറയാൻ പറ്റില്ല, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, അടുത്ത് വരും എന്ന് പറയും. അടുത്ത് വന്നെങ്കിൽ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ തെറിച്ചോട്ടെ എന്ന് പറയുമ്പോഴേക്കും ഭാര്യ പറയും, അപ്പോഴേ എനിക്കറിയാം എന്തോ ഉദ്ദേശം വെച്ചാണ് നിങ്ങൾ തുള്ളിച്ചാടി അവിടേക്ക് പോയതെന്ന്. അപ്പോൾ ഞാൻ വേറെന്തെങ്കിലും ആണുങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ അവസരമാണല്ലോ എന്ന് പറയും. അതെനിക്കറിയാം, ഈ ആണുങ്ങളെല്ലാം കള്ളന്മാരാ. പ്രത്യേകിച്ച് 40 വയസ്സാകുമ്പോഴേക്കും ഇളക്കമാണ്. പുതിയ യൗവനം വന്നതുപോലെ ഇളകിത്തുള്ളി ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പുറകെയൊക്കെ അങ്ങ് പോകും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ നിങ്ങളെ ഇട്ടിട്ട് പോകും. എൻ്റെ 2 കുട്ടികളെ കൊണ്ട് എനിക്ക് നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് സംശയമുണ്ടാക്കുന്ന ഏതെങ്കിലും രീതി കണ്ടുപിടിച്ചാൽ അന്നോടുകൂടി നിങ്ങളുടെ കാര്യം കട്ട് എന്ന് പറയും ഭാര്യ. എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇവളെ സഹിക്കുന്നത് തന്നെ ഭാഗ്യം. ആശകളും മോഹങ്ങളുമൊക്കെ വേറെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്കിലും അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞമ്മയുടെ അടുത്ത വീട്, അതിപ്പോൾ നഗരമല്ലേ, അവിടെ പല ആൾക്കാരും ആ വീട്ടിൽ താമസിക്കാൻ വരാറുണ്ട്. നേരത്തെ കുറേ ആൺകുട്ടികളായിരുന്നു താമസിച്ചിരുന്നത്. അവരങ്ങ് പോയി. അത് കഴിഞ്ഞതിൽ പിന്നെ ഒരു കുടുംബമാണ് വന്നത്. അയാളും ട്രാൻസ്ഫറായി വന്നതാണ്. അയാളുടെ ഭാര്യ, പിന്നൊരു മകളുണ്ട്, അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഒരു മകനുണ്ട്, അയാൾ വേറെങ്ങോ വർക്ക് ചെയ്യുകയാണെന്നാണ് ആ വീട്ടുകാർ പറഞ്ഞത്. വല്ലപ്പോഴും സംസാരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ കുഞ്ഞമ്മയും അവിടുത്തെ ആ സ്ത്രീയുമായി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയൊക്കെ ചെയ്യും. ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ, വൈകുന്നേരമൊക്കെയാണ്. അങ്ങനെ ആ വീട്ടുകാരുമായിട്ട് ചെറിയൊരു പരിചയമുണ്ട്. ഒരു ദിവസം ആ പെൺകുട്ടി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ഒരു പാത്രം തന്നു, മതിലിൻ്റെ അവിടെ വെച്ചിട്ട്, ചേട്ടാ ഇതൊന്ന് രുചിച്ച് നോക്കൂ, ഞാൻ ഉണ്ടാക്കിയതാണ്, യൂട്യൂബ് കണ്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ മധുരമുള്ള ഡിഷാണെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ലതാണ്. ഞാൻ പറഞ്ഞു, മോളെ അടിപൊളിയാണെന്ന്. അവൾ ലജ്ജയോടുകൂടി എന്നോട് പറഞ്ഞു, താങ്ക് യു എന്ന്. അതെന്തിനാ താങ്ക് യു പറഞ്ഞത്? എന്നാലും ഞാനുണ്ടാക്കിയത് നല്ലതാണെന്ന് ഒരാൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവൾ കുണുങ്ങി ചിരിച്ചു. ആദ്യം എനിക്ക് അവളുടെ ചിരിയിൽ ഒരു സംശയം തോന്നിയില്ല. പിന്നീട് പലപ്പോഴും ഞാൻ മതിലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഇവൾ വന്ന് മനഃപൂർവ്വം സംസാരിക്കുന്ന കണ്ടപ്പോൾ പെണ്ണിന് ഇത്തിരി ഇളക്കമുണ്ടല്ലോ എന്നെനിക്ക് തോന്നി. ഒരു ദിവസം അവൾ ഇല്ലാത്ത കാര്യങ്ങളും വല്ലാത്ത കാര്യങ്ങളൊക്കെ എന്നോട് പറയാൻ തുടങ്ങി. കോളേജിലെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ. എങ്ങനെയാണ് നീ എന്നോട് ഒന്നും പറയരുത് എന്ന് പറയുക, അതുകൊണ്ട് ഞാനത് കേട്ടുകൊണ്ട് നിന്നു. അപ്പോൾ അവളുടെ അമ്മ വന്നിട്ട് അവളെ ഉച്ചത്തിൽ വിളിച്ചു. എനിക്ക് തോന്നുന്നു ആ സ്ത്രീക്ക് സംസാരമൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന്. അത് നല്ലത് എന്ന് ഞാൻ വിചാരിച്ചു. പിറ്റേ ദിവസം വൈകിട്ട്
ഞാൻ നേരത്തെ വന്നു. അപ്പോൾ കുഞ്ഞമ്മ വന്നിട്ടില്ല കേട്ടോ. ആ സമയത്ത് അടുത്ത വീട്ടിലെ സ്ത്രീ ഇങ്ങോട്ട് വരുന്നത് കണ്ടു. ഞാൻ പറഞ്ഞു, കുഞ്ഞമ്മ വന്നിട്ടില്ല കേട്ടോ, കുറച്ചു നേരം കഴിഞ്ഞേ വരികയുള്ളെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ രാജേഷിനെ കാണാനാണ് വന്നത്, അല്ലാതെ കുഞ്ഞമ്മയെ കാണാൻ വന്നല്ലെന്ന്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അകത്തേക്ക് കയറ്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കയറി സിറ്റൗട്ടിൽ ഞങ്ങളിരുന്നു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയുകയാണ്, എല്ലാ അമ്മമാരും ഇങ്ങനെ പറഞ്ഞെന്ന് വരില്ല. എന്താ ചേച്ചി പ്രശ്നം? രാജേഷിനോടായോണ്ട് ഞാനങ്ങ് പറയുകയാണ്. എൻ്റെ മോളുടെ പ്രശ്നമാണ്. അവൾക്കെന്ത് പ്രശ്നം? അവൾ നല്ല മിടുക്കിയല്ലേ? ആ മിടുക്കിത്തിരി കൂടിപ്പോയതാണ് പ്രശ്നം. രാജേഷേ, അവൾ മറ്റു പെണ്ണുങ്ങളുടെ കൂട്ടല്ല. അവൾക്ക് അനാവശ്യമായ ചില വികാരങ്ങളുള്ള പെണ്ണാണ്. എന്ന് വെച്ചാൽ അവൾക്ക് ഒരു 10-15 വയസ്സുള്ളപ്പോൾ മുതൽ അവൾ ഏതെങ്കിലും ആണുങ്ങളെ, ഏതെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന ഒരു 10-35 മുതൽ 50 വയസ്സ് വരെയുള്ള ആണുങ്ങളെ കാണുകയാണെങ്കിൽ ഇവൾ അവരുമായിട്ട് സൗഹൃദം പ്രാപിക്കും. ആദ്യമൊക്കെ ഒരച്ഛനും മകളും തമ്മിലുള്ള സൗഹൃദം പോലെയാണ് ഞാൻ കരുതിയത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അവർക്ക് പോലും ഇഷ്ടമില്ലെങ്കിലും ഇവൾ അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് അവരുടെ തോളിൽ കയറും. അതുമാത്രമല്ല, 40-50 വയസ്സുള്ള ആണുങ്ങൾക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ. ഈ പെണ്ണാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് അവരെ വലയിലാക്കും. അവൾക്ക് ഇഷ്ടമുള്ള കാര്യം എങ്ങനെയാണ് ഇവളത് പഠിച്ചതെന്നോ, ഇനി നേരത്തെ ഇവൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് കണ്ടുപിടിച്ച പ്രായം മുതലേ അവൾ മുതിർന്ന സ്ത്രീയെപ്പോലെ തന്നെയാണ് പുരുഷന്മാരോട് പെരുമാറുന്നത്. അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ ചെയ്തികൾക്കും അവൾ മിടുക്കിയാണ്. അത്രയ്ക്കും ആക്രാന്തമാണ് അവൾക്ക്. ഞാൻ ഒത്തിരി തവണ അവളോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കൊച്ചു പെൺകുട്ടിയാണ്, ഇതൊക്കെ ചിലപ്പോൾ തോന്നും, പക്ഷെ വിവാഹശേഷം സ്വന്തം ഭർത്താവുമായിട്ടൊത്തു മാത്രമേ ഇതാകാവൂ എന്ന് 100 വട്ടം അവളോട് പറഞ്ഞതാണ്. അവൾക്ക് അത് കേട്ട് തലയാട്ടുമെന്നല്ലാതെ പ്രത്യേകിച്ചൊരു മാറ്റമില്ല. നമ്മൾ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അയലത്ത് എവിടെയെങ്കിലും നല്ല ആണുങ്ങളുണ്ടെങ്കിൽ അവൾ വലയിലാക്കും. എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലും. ചുമ്മാതൊരു സുന്ദരി കൊച്ച് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും വെറുതെ വിടുമോ? അങ്ങനെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഇതുവരെ എൻ്റെ അറിവിൽ ഏകദേശം 10-15 പേരെ ഞാൻ തന്നെ ഇവരുടെ അടുത്തുനിന്ന് പിടികൂടിയിട്ടുണ്ട്. ഞാൻ അറിയാതെ എത്ര പേർ, കോളേജിലും സ്കൂളിലുമൊക്കെ പോയപ്പോൾ എത്ര പേർ, എനിക്ക് ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, അവൾ ഒത്തിരി ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച് ഒരു സ്ത്രീയെപ്പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് നിന്നെയാണ് അവൾ അടുത്തതായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 35 വയസ്സിന് മുകളിലുള്ളവരെയാണ് അവൾക്കിഷ്ടം. അവളുടെ സെയിം പ്രായത്തിലുള്ള ചെക്കന്മാരോട് യാതൊരു വിധത്തിലും അവൾക്ക് താല്പര്യമില്ല. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ചേച്ചി, എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയുള്ള സ്വഭാവം ഒന്നും ഉണ്ടാകില്ല, എനിക്കവൾ മോളെപ്പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, അതൊക്കെ നീ പറയും. അവൾ വന്ന് കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് കടക്കുമ്പോൾ നീയും മാറിപ്പോകും. പിന്നെ അവൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടങ്ങാതെ അവൾ നിൽക്കില്ല. ആരാണെങ്കിലും അച്ഛനും അമ്മയും ആര് പറഞ്ഞാലും അവൾ കേൾക്കില്ല. സ്നേഹിച്ച ആളെ, മോഹിക്കുന്ന ആളെ അവൾക്ക് 2 വട്ടമെങ്കിലും മിനിമം ഒന്ന് കാണണം. ഇതൊക്കെ കേട്ട് ഞാൻ കണ്ണുമിഴിച്ചിരുന്നു പോയി. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ? അവൾക്ക് കൊഞ്ചലും കൊഴിച്ചിലും കൂടുതലാണെന്ന് ചേച്ചിയോട് ഞാൻ പറയാനിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാനാണ്, അവളുടെ സ്വഭാവം ഇങ്ങനെയാണ്. ചേച്ചി, ഇനിയിപ്പോൾ ഞാൻ എന്ത് രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരെ പറഞ്ഞു, അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത്. അവളെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് ഡോക്ടറെ കണ്ട് കളയേണ്ടി വന്നു. അവളുടെ ആദ്യത്തെ അബദ്ധമാണ്. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാൻ അവൾ മിടുക്കിയാണ്. പേരുദോഷം ഉണ്ടാകുന്ന കരുതിയാണ് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. ശരി ചേച്ചി, അവളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഡോക്ടറെ കാണിച്ചില്ലേ? അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലേ മാനസികമായി? ആ, അതൊക്കെ ഞങ്ങൾ കൊണ്ടുപോയതാണ്. അപ്പോൾ ഡോക്ടർമാർക്കും ഇവളുടെ മുന്നിൽ ഒന്നും പറയാനില്ല. ഇവൾക്ക് അമിതമായ ഇഷ്ടമാണ്. അതിനവർ എന്തോ പേരൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള പെൺകുട്ടികളെയൊന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അവർ സഹകരിക്കണം. ഇവളാണെങ്കിൽ സഹകരിക്കില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു. എനിക്കൊരു ട്രീറ്റ്മെൻറ്റിനും വരാൻ താല്പര്യമില്ല. എൻ്റെ ഇഷ്ടം എന്ന് പറയുകയാണ്. കൂടുതൽ നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവൾ കിടന്ന് അലക്കുകയും ബഹളം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നാട്ടുകാർ പറയും, ഒരു കൊച്ചു പെണ്ണല്ലേ, അവൾക്ക് ഇനിയും ജീവിക്കേണ്ടതല്ലേ. ശരി ചേച്ചി, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ അവൾ വന്നു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറിക്കോളാം. അവൾ ഇനി എത്ര ശക്തമായി എൻ്റെ അടുത്തേക്ക് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഒന്നിനും സമ്മതിക്കുകയില്ല. എൻ്റെ ഭാഗത്തുനിന്ന് കുറ്റങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതിൻ്റെ കൂടെ കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നതെന്ന്. എന്താ ചേച്ചി ഇനിയും പറയാൻ? ഞാൻ പറഞ്ഞല്ലോ, അവൾ ഒരാളെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അവൾക്ക്
കൊതി തീരുവോളം എന്തെങ്കിലും ഒരു മീറ്റപ്പ് അവൾ നടത്തിയിരിക്കും. അത് 2-ൽ കൂടുതലായി കഴിഞ്ഞാൽ അവൾക്ക് ഓക്കെ, 2എങ്കിലും വേണം മിനിമം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് മകളെപ്പറ്റി ഇത്രയും വിശദമായിട്ടൊക്കെ അറിയാമോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അതുകൊണ്ട് എന്താ ചേച്ചി, പിന്നെ അവൾക്കൊരാളെ ഇഷ്ടമാണ്. ഇനി അയാൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവളെ പാടെ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവൾ നാഗവലിയായിട്ട് മാറും. അതെന്താ ചേച്ചി? കിട്ടാത്ത കനിയില്ലേ, അത് പൊളിക്കും എന്ന് കരുതി അവളൊരിക്കലും തിരിച്ചു പോരില്ല. അവളോട് ബഹളമുണ്ടാക്കും. അവരെ ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ കുരുക്കിലാക്കാൻ നോക്കും. അവൾക്ക് കിട്ടാത്തത് അങ്ങനെ നിലനിൽക്കണ്ട എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. അല്ലെങ്കിൽ ഭാര്യമാരുമായിട്ട് നേരിട്ട് പോയി പറഞ്ഞ് തെറ്റിക്കും. ഞങ്ങളുടെ അടുത്തൊരാളുണ്ടായിരുന്നു, അയാളെ ഇവൾ വളയ്ക്കാൻ ചെന്നു. നല്ലൊരു സുന്ദരനെ ചെറുപ്പക്കാരനാണ്, നല്ല സുന്ദരിയായ ഒരു ഭാര്യയുമുണ്ട്. പക്ഷേ അവൻ ഇവളെ തിരിഞ്ഞു നോക്കിയില്ല. ഇവൾ പല വിദ്യകളും പയറ്റി. വേണ്ട മോളെ എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവസാനം അവൾക്ക് ഒന്നും നടക്കില്ലെന്നായി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഭാര്യയോട് പോയി പറഞ്ഞു. ഇവൻ അവളെ മറ്റു രീതിയിൽ ട്രൈ ചെയ്തെന്നും അതിൽ അവൾ ഓടി രക്ഷപ്പെട്ടെന്നും ഒക്കെ പറഞ്ഞ് അവളവിടെ പ്രശ്നമുണ്ടാക്കി. അവൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി. അവസാനം ആ പെൺകുട്ടിയെ ഞാനാണ് പോയി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ അവൻ്റെ പേര് 10 പേരോട് പറഞ്ഞ് അവൾ ചീത്തയാക്കുകയും ചെയ്തു. അങ്ങനെയാണ്. അയ്യോ, ഇതിപ്പം ചെകുത്താനും കടലും നടുക്ക എന്ന് പറഞ്ഞ പോലാണല്ലോ. ഞാൻ എന്ത് ചെയ്യണം ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. സാരമൊന്നുമില്ല, എന്തായാലും ഇപ്പോൾ കടൽ പോലെ അവൾ അനുഭവങ്ങൾ ഉണ്ടാക്കിയവളാണ്. രാജേഷിനെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. രാജേഷ് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, മറ്റ് അബദ്ധങ്ങളൊന്നും ഉണ്ടാകരുത്. മോൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലാതെ അവളെ ഇതിൽ നിന്ന് മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല. രാജേഷ് അവളെ റിജക്റ്റ് ചെയ്താലും അവൾ നാഗവലിയാകുക, പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം ചെയ്യുക. കാര്യം എൻ്റെ മകളാണെങ്കിലും എനിക്കിപ്പോൾ ഈ അവസ്ഥയിൽ ഒന്നേ പറയാനുള്ളൂ. നിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അവളെ നീ നന്നായി മാനേജ് ചെയ്യുക. അവളുടെ സ്നേഹം നീ സ്വീകരിക്കുക. നിനക്ക് പറ്റുന്ന സ്നേഹവും കൊടുക്കുക. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇനിയും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരവസരം ഉണ്ടാക്കരുത്. സുരക്ഷിതത്വം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ചേച്ചി, എന്നെ കൂടെ ഒന്നും ആകും തോന്നില്ല. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ നല്ല രസത്തിൽ തന്നെയാണ് പോകുന്നത്. രസമാണോ സാമ്പാറാണോ എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമല്ല. എൻ്റെ വാണിങ്ങാണ്. അവൾ വരുമ്പോൾ നന്നായി ഡീൽ ചെയ്യുക. ഇവിടെ നിൻ്റെ കുഞ്ഞമ്മ അറിയാതിരിക്കാൻ ശ്രമിക്കുക. 1, 2, 3 വട്ടം അത്രയേ ഉള്ളൂ. അവൾക്ക് ആരോടും പ്രേമമൊന്നുമില്ല. ഇതിലും നല്ല ഇഷ്ടം പോലെ സുന്ദരന്മാർ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അവൾ വേറെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് നിന്നെ ഉപേക്ഷിച്ച് പോയിക്കോളും. അതുകൊണ്ട് 1, 2, 3 അവസരങ്ങളിൽ നീ അവളുടെ ഇഷ്ടങ്ങളുമായി ചെറുതായി സഹകരിക്കുക. എന്തായാലും അവൾ മിടുക്കിയാണ്. അവളുടെ മുന്നിൽ വിശ്വാമിത്രനായിട്ടൊന്നും നിൽക്കാൻ നിനക്ക് പറ്റില്ല. നിന്റെ തപസ് ഇളകിപ്പോകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, തൽക്കാലം നീ അഡ്ജസ്റ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞ് അവൾ എവിടെങ്കിലും പോയിക്കോളും. ഒന്നും വിവാദമാക്കരുത്, പ്രശ്നമുണ്ടാക്കരുത്. അവളുടെ മനോനില വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിന് കൂടുതൽ മറുപടിയൊന്നും നീ എന്നോട് പറയണ്ട. അതിന് എനിക്ക് ഉത്തരങ്ങളുമില്ല. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഡീൽ ചെയ്യുക. ഒരമ്മയെന്നുള്ള നിലയിൽ എനിക്കതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പെട്ടെന്നങ്ങ് പോയി. ഇതൊക്കെ കേട്ട് എൻ്റെ തല പെരുത്തു. ഇതെന്ത് വിചിത്രമായ കാര്യമാണ്. ഈ പെൺകുട്ടി ഇങ്ങനെ നടക്കുമ്പോൾ അവളെ പിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ടേ? ഷോക്ക് കൊടുത്താൽ ശരിയാകുമോ? ഇപ്പോൾ അവൾ കൊട്ടയിൽ ഒതുങ്ങില്ല, വേറെ കണ്ടോ ഒതുങ്ങില്ല എന്ന് പറഞ്ഞ പോലെയായി. ഇവിടെ എങ്ങനെ ഡീല് ചെയ്യും? വെറുപ്പിക്കാനും പറ്റില്ല. ഈ പെണ്ണ് കിടന്ന് അലറുകയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായി എല്ലാം അറിയാവുന്നൊരു പെണ്ണാണ്. വേറെ എന്തെങ്കിലും രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയലത്തെ വീട്ടിലെ ആൾക്ക് സംഭവിച്ചതുപോലെ എനിക്ക് മാനഹാനി ഉണ്ടാകും. എന്ത് ചെയ്യാനാ? കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ. ഇനിയിപ്പം അവളുടെ അമ്മ പറഞ്ഞതേ മാർഗമുള്ളൂ. ശരി, അവൾക്ക് വിധേയനായി നിൽക്കാം, സൂക്ഷിക്കാം. അവിടെയും ഇവിടെയും അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി 1, 2, 3 വട്ടം അവളുടെ ഹൃദയത്തിലിടം പിടിക്കാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി അവൾ വേറെ ആരുടെയെങ്കിലും തോളിൽ കയറുമ്പോൾ അങ്ങനെ ഫ്രീ ആക്കാം എന്ന് ഞാനും മനസ്സിൽ കരുതി. വേറൊരു വഴിയും എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും മാറണം. അത് പിന്നെ കുഞ്ഞമ്മയ്ക്കൊരു പ്രശ്നമായി
പ്രശ്നമാകും? ഭാര്യ ചോദിക്കും. എനിക്ക് ആകെക്കൂടി ഉത്തരമില്ലാതായി. ഇനിയിപ്പോൾ അവളുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. അവളെ മാക്സിമം കുറച്ചൊക്കെ അകറ്റി നിർത്താം. ഇനി അവൾ അതിർത്തി ഭേദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് ഞാനും വിചാരിച്ചു. പിന്നീട് ഞാൻ നേരത്തെ വരാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇടയ്ക്കുള്ള സമയത്ത് അവൾ എന്നോട് പറയും, നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹമില്ല, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്, എൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കല്യാണം കഴിച്ചതാണ്, പ്രായമായതാണെന്ന്. പ്രായമായാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കണ്ടു, എനിക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളിലുണ്ട് എന്നൊക്കെ പച്ചയായിട്ട് അവൾ പറയാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവൾ കടുകട്ടിയാണ്, ഇവൾ നാഗവല്ലി പോലുമല്ല, അതിലും മൂത്ത ഏതോ ഇനമാണെന്ന്. പിന്നീട് അവൾ എന്നോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, ഇവിടെ ഉച്ച കഴിഞ്ഞൊരു ദിവസം വരണം, ഞാനിവിടെ കാണും, എൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളിൽ മാത്രമാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഇതിൽ നിന്ന് എനിക്ക് വിട്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു, ഉച്ച കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ വരാമെന്ന്. അന്ന് ഞാൻ കുഞ്ഞുമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയ്ക്ക് തന്നെ വന്നു. അവൾ കോളേജിൽ പോകാതെ തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവളുടെ അമ്മയെ ഞാൻ കണ്ടില്ല. അവൾ എൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ തന്നെ അവൾക്ക് വേണ്ടത് അവൾ കണ്ടുപിടിച്ചു. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എനിക്ക് ഓരോ മനുഷ്യരെ കാണുമ്പോൾ ഒരു ഊഹമുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും. കറക്റ്റായാൽ എനിക്കത് കിട്ടുകയും വേണം. സ്നേഹം എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ എന്നെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. അതുമാത്രമല്ല, നന്ദുണി മീട്ടാൻ അവൾ മിടുക്കിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. വീഡിയോയിൽ മാത്രമേ ഞാൻ അത്തരം കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ. അന്ന് എനിക്ക് മനസ്സിലായി, എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മളെ മാറ്റുമെന്ന്. പക്ഷേ പെട്ടെന്ന് തന്നെ എനിക്ക് ചില അപഭ്രംശങ്ങൾ സംഭവിച്ചു. അവൾ എന്നെ കളിയാക്കി ചിരിച്ചു, എങ്കിലും പ്രോത്സാഹിപ്പിച്ചു. സാരമില്ല, എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന്. ഇനി രണ്ടാമത്തെ വട്ടം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവൾ എൻ്റെ കുഞ്ഞുമ്മ വരുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത് ശരിക്കുള്ള അങ്കത്തട്ടിൽ മേറിയിട്ടാണ് തിരിച്ചു പോയത്. ഞാൻ പേടിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു അത്. പക്ഷേ എനിക്കത് ആലിപ്പഴം പൊഴിയുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. പുതുമ, തീർച്ചയായും വലിയൊരു പുതുമ. അപ്പോൾ ഞാനതിൽ അഡിക്റ്റായിപ്പോയതിൽ തെറ്റി പറയാനില്ലല്ലോ. സൂക്ഷിക്കണം ഞാൻ അവളോട് പറഞ്ഞു. സുരക്ഷയൊന്നുമില്ലെങ്കിലും അവൾ പറഞ്ഞു, ഇനി എനിക്ക് അബദ്ധം പറ്റില്ല. അന്ന് സംഭവിച്ചത് എന്തോ ഒരു ചെറിയ പ്രശ്നമാണ്, അത് എനിക്കും അറിയില്ല, എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞ് അവൾ കുമ്പസരിച്ചു. അങ്ങനെ ഞാൻ ആ ബന്ധം ഇനിയും വേണം എന്നുള്ള രീതിയിൽ മാനസികമായി അതിനോടടുത്ത് തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊരിക്കൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി സ്നേഹസംഗമ രാഗങ്ങൾ ആരംഭിച്ചു. ഞാൻ അതിലെ പ്രശ്നങ്ങളെല്ലാം മറന്നുപോയി. അവൾ 2 എന്നാണ് പറഞ്ഞത്, പക്ഷേ 2ഉം 20ഉം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ അനുസരിക്കണമെന്ന്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ അമ്മയ്ക്ക് നിങ്ങളോട് ഇപ്പോൾ താല്പര്യമുണ്ട്, അത് ശരിയാകില്ലെന്ന് പറഞ്ഞപ്പോൾ, അത് ശരിയാകും, എൻ്റെ അഭ്യർത്ഥനയാണ്, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞ് അവൾ വല്ലാത്ത രീതിയിൽ എന്നെ തുറച്ചു നോക്കി സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് അനുസരിക്കേണ്ടി വന്നു. അവളുടെ അമ്മ, അത് പിന്നെ ഇവൾ എന്നോട് വന്ന് നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ മനസ്സ് നിന്നോടടുത്തു. എൻ്റെ മോളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടു നിൽക്കുകയല്ലേ, അതുകൊണ്ട് എനിക്ക് നിന്നോട് തോന്നിയതിൽ തെറ്റ് പറയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇഷ്ടങ്ങൾക്കും ഞാൻ ചേരേണ്ടി വന്നു. അങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായി പോവുകയായിരുന്നു. രണ്ടുപേരും എൻ്റെ ഇടവും വലവും ഉണ്ടായിരുന്നു മാഡം. പക്ഷേ ഏകദേശം 1.5 മാസത്തിന് മുമ്പ് അവൾ ഈ ബന്ധത്തോട് ടാറ്റ പറഞ്ഞ് പുതിയൊരു ലാവണത്തിലേക്ക് പോയി. ഞാൻ അവളെ തിരിച്ച് വിളിച്ചിട്ടും എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടും അവൾ പറഞ്ഞു, അങ്ങനെയല്ല, എൻ്റെ മനസ്സ് പറയുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അമ്മയുണ്ടല്ലോ, ആ ബന്ധം വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്തു, ഞാൻ അവൈലബിൾ അല്ല, എനിക്ക് ഈ ഒരു സാഹചര്യമെല്ലാം മടുത്തു, അടുത്ത ലാവണത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവൾ നിസ്സാരമായി പറഞ്ഞ് എന്നെ ഒഴിച്ചു വിട്ടു മാഡം. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അവസാനം അവൾ എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഞാനും അമ്മയും ചേർന്ന് തന്നെയാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്ക് ആദ്യം അമ്മ എതിരായിരുന്നു, പിന്നീട് അമ്മയ്ക്കും ഞാൻ നല്ല കണക്ഷൻസൊക്കെ ശരിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും എൻ്റെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഇനി നിങ്ങളെ ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവളുടെ അമ്മയ്ക്ക് എന്നോടിപ്പോൾ തണുത്ത പ്രതികരണമാണ്. മകളുടെ പുതിയ ബന്ധത്തിലുള്ള പ്രതീക്ഷകൾ അവരിലുണ്ട്. മകൾ ഒന്നാടിത്തിരിഞ്ഞ ശേഷം അമ്മയ്ക്ക് സ്റ്റേജ് കൊടുക്കും. ആ സ്റ്റേജിൽ നടനം നടത്താൻ അമ്മ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു.
പാടെ ഒഴിവാക്കപ്പെടുകയാണ് ഞാൻ. എനിക്കിത് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മനസ്സ് വല്ലാതെ അപ്സെറ്റഡാണ്. എൻ്റെ ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ പോലും എനിക്ക് നന്നായി പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് വന്നതാണ്. ഒരു പെണ്ണ് അവിടെ നിന്ന് വിളിച്ച് കാണിക്കുന്നു. ഉടനെ അവളുടെ അമ്മ വന്ന് പറയുന്നു, മോൾക്ക് ഇങ്ങനൊരു പ്രശ്നമാണ്, 40 വയസ്സുള്ളവരെ അവൾ കണ്ടുപിടിക്കും, അവൾ നാഗവല്ലിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നിങ്ങളങ്ങ് പേടിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകളും അമ്മയും തമ്മിലുള്ള വമ്പനൊരു സെറ്റപ്പാണ് അവിടെ നടക്കുന്നത്. ഇത് ചിലപ്പോൾ അവൾക്ക് പ്രായപൂർത്തിയായ സമയത്തൊക്കെ തുടങ്ങിയതായിരിക്കാം. എന്തായാലും അമ്മയും മകളും ഒരേ കാറ്റഗറിയുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ അവളുടെ രണ്ടാനമ്മയാണെന്ന് പോലും സംശയമുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ടോട്ടലി എന്തോ ഒരു ദുരൂഹതയുണ്ട്. എന്തായാലും അവർ വന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ 1-2 വട്ടത്തെ സ്നേഹബന്ധത്തിന് ശേഷം അവർക്ക് വേറെ ലാവണങ്ങളിലേക്ക് പോകണമെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളാണ് അതിൽ ആ മണ്ടത്തരത്തിലൊക്കെ വിശ്വസിച്ച് അതിലായിപ്പോയത്. പിന്നെ ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ വന്നു എന്ന് മാത്രം വേണമെങ്കിൽ കരുതി സമാധാനിക്കാം. അല്ലാതെ ആ 2 വ്യക്തികളെയും നിങ്ങൾക്ക് പ്രേമിക്കാനോ സ്നേഹിക്കാനോ ദീർഘകാലം ജീവിതത്തിൽ കൂടെ കൊണ്ട് നടക്കാനോ ഒന്നും പറ്റിയ വ്യക്തികളല്ല. അപ്പം അതിൻ്റെ സാരാംശം തിരിച്ചറിഞ്ഞ് അവർ പോയതിൽ സന്തോഷിക്കുക. അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അവൾ ആ വഴിക്ക് പോയി, അവളുടെ അമ്മയെ ആ വഴിക്ക് പോയി, ഇത് നടന്നിട്ടില്ല എന്ന് കരുതി സമാധാനിക്കുക. അല്ലാതെ അവരുടെ മേൽ പ്രണയവും സെൻറ്റിമെൻറ്റ്സും പ്രേമവും ഒക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കുളമാകും. ഭാര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിൽ ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തിരുത്തി ഭാര്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കൗൺസിലിങ്ങിന് പോവുക, മാനസിക നില പഴയതുപോലെ ആക്കുക. അതേപോലെ പോയ ആ ഒരു ആൾക്കാരെ ശ്രദ്ധിക്കുകയും ചെയ്യരുത്. ഇനിയും ശ്രദ്ധിക്കാനും അവരുടെ സ്നേഹത്തിനും പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അത് കളഞ്ഞേക്കുക. അതായിരിക്കും നിങ്ങളുടെ ഭാവിക്ക് നല്ലത്.